ചേന കൊണ്ടൊരു കറി വയ്ക്കാൻ പോകും. ചേന ചെറുതാക്കി അരിഞ്ഞതാണ്. ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോകും. കുറച്ച് വെള്ളം വെച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ വരട്ട് ചൂടായി. ഞാൻ സവാള 2 സവാള അരിഞ്ഞ് വെച്ചതാണ്. അത് ഇതിലിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള വേഗം വാടി വന്നോളും. ഇതിലേക്കുള്ള ഉപ്പുമാണ്. ചേന വേവിച്ച് വെച്ചിട്ടുണ്ട്. ചേനയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്നും വാടി വരട്ടെ. സവാള നല്ല വാടി വന്നു. ഞാൻ വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കും. ഒരു തക്കാളി 2 പച്ചമുളക് അരിഞ്ഞ് വെക്കും. വേപ്പില ഇട്ട് കൊടുക്കും. തക്കാളി ഒന്ന് വാടി വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കുക. തക്കാളിയും സവാളയൊക്കെ നല്ല വഴങ്ങുന്നത് ഞാൻ പൊടികൾ ചേർക്കാൻ പോകുന്നു. വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച്, ഗരം മസാല, ഒരു സ്പൂൺ മുളകും പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് നമ്മളെ ആവശ്യത്തിനുള്ളത്. എരിവൊക്കെ ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഞാനൊരു പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ നല്ല മൂത്ത് വന്നു. ഇനി ഞാൻ വേവിച്ച് വെച്ച ചേന അതിലിട്ട് കൊടുക്കും. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുണ്ട് എല്ലാതും കൂടി ഒന്ന് യോജിച്ച് വരട്ടെ. ചേന റോസ്റ്റ് റെഡിയാറും. ചേന റോസ്റ്റ് തന്നെ എടുത്ത ചേനൻ്റെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.